ഹായ് എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു തവണയെങ്കിലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. അതിമനോഹരമായൊരു കായൽ തീരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു ഉച്ചയൂണ് കഴിച്ചാലോ. നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള വക്കം പനയിൽക്കടവ് പാലത്തിനടുത്തുള്ള കായലോരം റെസ്റ്റോറൻറ്റിലേക്കാണ്. കായലോരത്തായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കിട്ടും. ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കരിമീൻ ഫ്രൈ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ചെമ്മീൻ്റെ വെറൈറ്റീസും ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഇരുന്ന് മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നതാണ്. കായലിന് അഭിമുഖമായിട്ടാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കായലിന്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഊണിന് ഒരുപാട് കറികളും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് കക്കത്തോരൻ. എല്ലാ ദിവസവും ഊണിന് ഈ ഒരു ഐറ്റം ഉണ്ടാവാറുണ്ട്. ബീട്രൂട്ട് പച്ചടി, കടുമാങ്ങ അച്ചാർ, ഞണ്ട് റോസ്റ്റ്, കൊഞ്ച് ഫ്രൈ ഇതൊക്കെ ഇവരുടെ സ്ഥിരമായിട്ടുള്ള മെനുവിലുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു സിഗ്നേച്ചർ സ്പെഷ്യൽ ഐറ്റം ആണ് നന്നായിട്ട് വേവിച്ചുടച്ചിട്ടുള്ള കപ്പയും അതിന് മുകളിലേക്ക് ഒഴിക്കുന്ന ചെമ്മീൻ്റെ ഒരു തീയലും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിനിവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഈ ഒരു ആംബിയൻസും ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റും ഒക്കെ നമ്മളത് വന്ന് ഫീൽ ചെയ്ത് തന്നെ അറിയണം. മുന്നിലേക്ക് നോക്കുമ്പോൾ വിശാലമായി പരന്നു കിടക്കുന്ന ആ ഒരു വക്കം കായലിൻ്റെ കാഴ്ചകളും അതിലൂടെ പോകുന്ന ബോട്ടുകളും കായലിൽ നിന്ന് വരുന്ന ആ ഒരു തണുത്ത കാറ്റും നട്ടുച്ച നേരമായിട്ട് പോലും ഈ ഒരു ആംബിയൻസ് നല്ലൊരു വൈബാണേ. അതുപോലെ തന്നെ കായൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് അവർ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാം, കായലിലേക്ക് നോക്കിയിരിക്കാം. ഇനി അഥവാ ഫുഡൊക്കെ കഴിച്ചിട്ട് കായലിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് പടിക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇറങ്ങി കാല് നനയ്ക്കാനൊക്കെ പറ്റും. ഇവിടെ ഇവർ ബോട്ട് സർവീസുകളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഗോൾഡൻ ഐലൻഡിലേക്ക് അഥവാ പൊന്നുംതുരുത്തിലേക്ക് ബോട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വശത്തായി കായലിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. ഇവിടെ ഈ കായലോരം റെസ്റ്റോറൻറ്റിൽ എല്ലാവരും വരുന്നത് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഐലൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ്. ഒരു ദിവസം നമ്മുടെ ഫാമിലിയോടൊപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല കാം ആൻഡ് കൂളായിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഒരു വട്ടമെങ്കിലും ഈ ഒരു വക്കം കായലോരം റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കായലിന്റെ കാറ്റും ഈ തണുപ്പും ഈ രുചിയും എല്ലാം എവറിത്തിങ് സ്റ്റേസ് ഇൻ ദ ഹാർട്ട്. ഈ കായലോരം ശരിക്കും ഒരു തെറാപ്പി പോലെയാണ്. കായൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഒരേ സമയം ഇവിടെ എത്ര പേര് വന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്ന സമയം പനിയൊക്കെ പിടിച്ചിട്ട് എൻ്റെ തൊണ്ടയൊക്കെ നന്നായിട്ട് അടച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തതാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു സ്പോട്ട് തന്നെയാണ് ഈ വക്കം കായലോരം റെസ്റ്റോറൻറ്റ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ആക്കി വെക്കാൻ മറക്കണ്ട. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്.